അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു മക്ബറയെക്കുറിച്ചും മാത്രമല്ല ആ മക്ബറയിൽ അന്തിയുറങ്ങുന്ന മഹാൻ്റെ ചരിത്രത്തെക്കുറിച്ചും അവിടത്തേക്ക് നിങ്ങൾ യാസീൻ നേർച്ചയാക്കിക്കൊണ്ട് ഓതിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എത്ര വലിയ നല്ല ഹലാലായ ആഗ്രഹങ്ങളാണെങ്കിലും ഉദ്ദേശങ്ങളാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരും. മാത്രമല്ല എത്ര പഴക്കമുള്ള മാറാ രോഗങ്ങൾ നിങ്ങൾക്ക് പിടിപെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇവിടത്തേക്ക് യാസീൻ സൂറത്ത് നേർച്ചയാക്കി ഓതിയാൽ ഇൻഷാ അല്ലാഹ് ആ രോഗം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് മാറ്റിത്തരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ, നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടാൻ ഈ മഖാമിലേക്ക് നിങ്ങൾ യാസീൻ സൂറത്ത് നേർച്ചയാക്കി ഓതിയാൽ മതി. എന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ, ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയുടെയും ചെർപ്പളശ്ശേരിയുടെയും ഇടയിലുള്ള ആനമങ്ങാട് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. ഈ പ്രദേശമൊക്കെ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് കാട് മൂടിക്കിടക്കുന്ന വന്യമൃഗങ്ങളും ജീവികളും ആർക്കും തന്നെ അങ്ങോട്ട് പ്രവേശിക്കാൻ തന്നെ പേടിയായിരുന്നു. അത്തരത്തിൽ വലിയ കാടായിരുന്നു ആ പ്രദേശങ്ങളിലെല്ലാം. ആ പ്രദേശത്താണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പേടിയുമില്ലാതെ അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിച്ചുകൊണ്ട് എല്ലാം തവക്കുലാക്കിക്കൊണ്ട് ഈ മഹാൻ ആ കാട്ടിൽ കഴിഞ്ഞിരുന്നത്. ഈ മഹാൻ്റെ ചരിത്രം ഞാൻ ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ആനമങ്ങാട് എന്ന ഈ പ്രദേശത്ത് വടമല എന്നൊരു മക്കാമുണ്ട്. ഈ മക്കാമിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയ നവ്വറല്ലാഹു മർക്കദ എന്ന മഹാനുഭാവനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മഹാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മഹാൻ്റെ ചരിത്രം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാൻ്റെ മക്ബറയിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകൾക്ക്, അവിടെ സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക്, അവിടത്തേക്ക് യാസീൻ നേർച്ചയാക്കി ഓതുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ, ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ആ മഹാൻ്റെ അടുത്ത് ചെന്ന് സിയാറത്ത് ചെയ്യാൻ നിങ്ങൾ കൊതിച്ചു പോകും. അത്രയ്ക്കും ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളുമാണ് ഈ മഹാൻ്റെ മക്ബറയിൽ സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്കും അവിടത്തേക്ക് യാസീൻ നേർച്ചയാക്കി ഓതുന്ന ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹാനുഭാവൻ്റെ അനുഗ്രഹം നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ പരിശുദ്ധമായ മക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന മഹാനായ ഹുസൈൻ മഹാനവറുകളുടെ ശിഷ്യനായിട്ടാണ് ഈ വടമല മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാനെ അറിയപ്പെടുന്നത്. എന്നാൽ ഈ മഹാൻ എവിടെയാണ് ജനിച്ചത്? ഈ മഹാൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? ഈ മഹാൻ്റെ ബന്ധുക്കൾ ആരൊക്കെയാണ്? ജന്മദിനം എത്രയാണ്? വയസ്സ് എത്രയായി എന്നൊന്നും ആർക്കും വിശദമായൊരു അറിവും ഇതുവരെ ലഭ്യമല്ല. കാരണം ഈ മഹാൻ ആരും അറിയാതെ, ആരും പേടിച്ചു പോകുന്ന വന്യമൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളുമുള്ള വലിയ കൊടുങ്കാട്ടിൽ എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിന് ഇബാദത്തെടുത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു മഹാനാണ് ഈ മഹാൻ. അതുകൊണ്ട് തന്നെ ഈ മഹാൻ്റെ മുഴുവനായിട്ടുള്ള ചരിത്രവും ആർക്കും തന്നെ അറിയില്ല. എന്നാൽ അദ്ദേഹം ഈ വടമലയിൽ എത്തിപ്പെടുന്നത് 1800 1900 ഈ കാലഘട്ടത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ ഈ വടമല എന്നുള്ള ഈ പ്രദേശം ജനവാസമില്ല, മുഴുവൻ കാടായിരുന്നു. പുലിയും കടുവയും വന്യജീവികളും മറ്റ് ജീവജാലങ്ങളുമൊക്കെയുള്ള ഭീതിപ്പെടുത്തുന്ന വലിയ കാടായിരുന്നു. ആരും തന്നെ പേടിച്ചു പോകും ആ പ്രദേശത്തേക്ക്, ആ കാട്ടിലേക്ക് കടന്നു പോകാൻ. അത്തരത്തിലുള്ള ഒരു പ്രദേശമായിരുന്നു ഈ വടമല എന്നുള്ള ഈ പ്രദേശം.
അന്ന് ഈ മഹാൻ വസിച്ചിരുന്ന ആ കൊടുങ്കാട്ടിൻ്റെ നടുവിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. ആ അരുവിയുടെ അടുത്തായിരുന്നു ഈ മഹാൻ ഏകനായിക്കൊണ്ട് സുജൂദ് ചെയ്തുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഇബാദത്ത് കൊടുത്തുകൊണ്ട് സമയം ചിലവഴിച്ചിരുന്നത്. ആ കാടിൻ്റെ പരിസരഭാഗത്തൊന്നും വീടുകൾ ഉണ്ടായിരുന്നില്ല. ഒറ്റപ്പെട്ട വീടുകളായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, ആ ഒറ്റപ്പെട്ട വീടുകളിലേക്ക് തന്നെ ആ കാട്ടിൽ നിന്നും കിലോമീറ്ററുകളോളം താണ്ടിയിട്ട് വേണം അവിടത്തേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ഈ മഹാൻ ആഴ്ചയിൽ 2 ദിവസം ഇടവിട്ടൊക്കെ ആ കാട്ടിൽ നിന്നും കിലോമീറ്ററുകളോളം താണ്ടിക്കൊണ്ട് ഈ ഒറ്റപ്പെട്ട വീടുകളിലേക്കും പരിസര ജനവാസമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഈ മഹാൻ ഇറങ്ങി വരും. അത് ഈ മഹാന് ആവശ്യമായ ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുമൊക്കെ. എന്നാൽ അധികം വൈകാതെ തന്നെ മഹാൻ തിരിച്ച് ആ കാട്ടിലേക്ക് തന്നെ അള്ളാഹുവിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാൻ, അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്തെടുക്കുവാൻ വേണ്ടിയിട്ട് തിരികെ പോവുകയും ചെയ്യും. അങ്ങനെ ആ മഹാൻ വർഷങ്ങളോളം ആ കൊടുങ്കാട്ടിൽ ആരെയും ഭീതിപ്പെടുത്തുന്ന വന്യജീവികളുള്ള മറ്റ് ജീവജാലങ്ങളുള്ള ആ കൊടുങ്കാട്ടിൽ കഴിഞ്ഞു. അങ്ങനെ ഒരു നാൾ ആ മഹാൻ ആ കൊടുങ്കാട്ടിൽ തന്നെ അള്ളാഹുവിലേക്ക് യാത്രയായി ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു. അദ്ദേഹം മരണപ്പെട്ടു പോയി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ആ കൊടുങ്കാട്ടിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ജനാസ മയ്യത്ത് അങ്ങനെ കിടക്കുകയാണ്. ആരും തന്നെ മറമാടിയിട്ടില്ല. കാരണം ആർക്കും അറിയില്ല അദ്ദേഹം മരണപ്പെട്ടു പോയത്. അങ്ങനെ ഇരിക്കെ ആ നാട്ടിലുള്ള ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ ഒരു ചുറുചുറുക്കുള്ള തേജസ്സുള്ള സുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യൻ കടന്നു വന്ന് ആ മനുഷ്യനോട് സ്വപ്നത്തിൽ പറയുകയാണ്, ഇന്നാലിന്ന കാട്ടിൽ ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്ന ഒരു മഹാൻ മരണപ്പെട്ടു കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യണമെന്ന് സ്വപ്നത്തിൽ ഒരു മനുഷ്യൻ, സുന്ദരനായ ഒരു മനുഷ്യൻ ഒരു സഹോദരനോട് വന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം, ആ മഹാനെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അത്രക്കും വലിയ ഇഷ്ടമായതുകൊണ്ട്, ആ മഹാൻ അള്ളാഹുവിലേക്ക് അത്രയ്ക്കും അടുത്തത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആ മഹാൻ്റെ ആ ജനാസ അവിടെയുണ്ട് എന്ന് ഈ സഹോദരന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ സ്വപ്നം കണ്ടത് ഈ സഹോദരൻ അടുത്ത ദിവസം തന്നെ നാട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം കണ്ടു എന്ന്. അപ്പോൾ പല ആളുകളും പറഞ്ഞു, ഞങ്ങളും അതുപോലെയുള്ള ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഞങ്ങളും കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് സത്യമായിരിക്കും എന്ന് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അവർ കാട്ടിലേക്ക് യാത്രയാകാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് കാട്ടിലേക്ക് യാത്രയായി. അങ്ങനെ അവർ ആ കാട് കയറുകയാണ്. പിന്നീട് അവർ ഒരുപാട് ആ കാടിനുള്ളിലെല്ലാം അവർ തിരഞ്ഞു, ഈ മഹാൻ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് തിരഞ്ഞപ്പോൾ അവർ ഒരു സ്ഥലത്ത് നിന്ന് അവർ കണ്ടു, നല്ല പ്രകാശമുള്ള സുന്ദരനായ തേജസ്സുള്ള പ്രകാശിക്കുന്ന മുഖവുമായിട്ട്, പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് ഒരു മനുഷ്യൻ അങ്ങ് കിടക്കുകയാണ്. ആ മനുഷ്യൻ്റെ ശരീരം അഴുകുക പോലും ചെയ്തിട്ടില്ല, ഒരു സ്മെല്ല് പോലുമില്ല. എന്നാലോ മാസങ്ങളോളമായിട്ടുണ്ട് ആ മഹാൻ മരണപ്പെട്ടിട്ട്. അതിൽ നിന്ന് തന്നെ അവർ മനസ്സിലാക്കി ഈ മഹാൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന്. ഈ അനുഭവം തന്നെ ആ മഹാൻ്റെ ഒരു കറാമത്തായി അവർ കുറിക്കുകയും ചെയ്തു. എന്നാൽ ആ കൂട്ടത്തിൽ ചില ആളുകൾക്കൊരു സംശയം, ഈ മനുഷ്യൻ തന്നെയാണോ ഞങ്ങൾ സ്വപ്നം കണ്ട ആ മനുഷ്യൻ, ആ മഹാൻ എന്ന് അവർക്കൊരു സംശയം. അങ്ങനെ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ, ഈ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ തന്നെയാണോ നീ സ്വപ്നത്തിൽ കാണിച്ചു തന്നത്? നീ എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചു താ അള്ളാഹുവേ, എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കാണിച്ചു താ അള്ളാഹുവേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് തെളിവ് കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് ആ തെളിവ് എന്നറിയണ്ടേ? ആ മരിച്ചു കിടക്കുന്ന മഹാൻ്റെ നെറ്റിത്തടത്തിൽ നിന്നും ചോര ഒഴുകുന്നതായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ള ഒരു മഹാൻ പറഞ്ഞു, അള്ളാഹുവേ, ഈ തെളിവ് തന്നെ ഞങ്ങൾക്ക് ധാരാളം മതി, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അള്ളാഹുവേ എന്ന് അള്ളാഹുവിനോട് വീണ്ടും അവർ ദുആ ചെയ്തു പറഞ്ഞു.
അങ്ങനെ അവർ എല്ലാവരും ചേർന്ന് ആ മഹാനെ ആത്മാർത്ഥതയോടുകൂടി ആ കൊടുങ്കാട്ടിൽ തന്നെ, ആ മരണപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് തന്നെ അവർ മറമാടുകയും അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്, സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ചില ആളുകളൊക്കെ അവിടേക്ക് പോകുമായിരുന്നു. എന്നാൽ എല്ലാവർക്കും പേടിയായിരുന്നു. കാരണം വലിയ കാടാണ്, വന്യജീവികളും ജീവജാലങ്ങളും മറ്റ് യജന്തുക്കളൊക്കെയുള്ള പേടിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ഒരു വലിയ കാടായതുകൊണ്ട് തന്നെ ആർക്കും തന്നെ അങ്ങോട്ട് കടക്കാനോ പ്രവേശിക്കാനോ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ധൈര്യമുള്ള വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അദ്ദേഹത്തെ, ആ മഹാനെ സിയാറത്ത് ചെയ്യാൻ അന്നത്തെ കാലത്ത് അവിടത്തേക്ക് പോയിരുന്നുള്ളൂ. പിന്നീട് ആ മഹാൻ്റെ അടുത്തേക്ക് സിയാറത്ത് ചെയ്യാൻ ആളുകൾ പോകുന്നത് വളരെയധികം കുറഞ്ഞു വന്നു. പിന്നീട് ആരും തന്നെ പോകാത്തൊരു അവസ്ഥയിലേക്ക് വരെ അത് എത്തി. മാത്രമല്ല, കാലങ്ങൾ പിന്നിടും തോറും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മായ്ഞ്ഞുപോയി. അങ്ങനെ പിന്നീട് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ, പതിറ്റാണ്ടുകൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ അവിടെ വീടുകളും ജനങ്ങളും വർദ്ധിച്ചു വന്നു. അങ്ങനെയിരിക്കെ ജനങ്ങൾ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാടുകൾ വെട്ടിത്തിളക്കാൻ തുടങ്ങി, കാടുകൾ വെട്ടിമാറ്റാൻ തുടങ്ങി. അങ്ങനെ കാടുകൾ വെട്ടി കുറേ അങ്ങ് പോയപ്പോൾ അവർ ഒരു സംഭവം കണ്ടു. ആ സ്ഥലത്ത് അവർ കന്നുകാലികളെ വെച്ച് പൂട്ടുകയായിരുന്നു. ആ സമയത്ത് കന്നുകാലികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, കന്ന് നീങ്ങുന്നില്ല. ഒരുപാട് അവർ കാളകളെ അടിച്ചു നോക്കി, തൊയ്തു നോക്കി, എന്നിട്ടും കാളകൾ നടക്കുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവർ അവസാനം സഹികെട്ട് അവിടെ ആ പണി നിർത്തിവെച്ചു. രാത്രിയായി, രാത്രിയാകാനായപ്പോൾ അവർ വീട്ടിലേക്ക് മടങ്ങി. അന്ന് തന്നെ രാത്രി അവർ ആ മനുഷ്യൻ സ്വപ്നത്തിൽ കാണുകയാണ്. ഒരു വലിയ മഹാൻ സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്, നിങ്ങൾക്കവിടെ കൃഷി ചെയ്യാനുള്ള അനുവാദമില്ല, അവിടെ എൻ്റെ ഖബറാണുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ സ്വപ്നം കണ്ട പിറ്റേ ദിവസം തന്നെ ആ കാട്ടിൽ ചെന്ന് അവിടെ പരിശോധിക്കുകയുണ്ടായി. അങ്ങനെ അവിടെ ഒരു ഖബർ കാണുകയും അവിടെ അദ്ദേഹം ഒരു മക്ബറ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ആ മക്കാമിലേക്ക് സിയാറത്തിന് വേണ്ടിയിട്ട് വന്നിരുന്നു, നേർച്ചയാക്കിയിരുന്നു. അവർക്കൊക്കെയും അവരുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുകയും അവരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടിയതുമായി ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു മനുഷ്യൻ മാരാരോഗം കൊണ്ട് ഒരുപാട് വൈദ്യന്മാരെ കാണിച്ചു, ഡോക്ടർമാരെ കാണിച്ചു, അവരൊക്കെയും കഴിയൊഴിഞ്ഞു. അവസാനം സഹികെട്ട് വേദന സഹിക്കാൻ കഴിയാതെ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ ഈ മഖാമിൽ സിയാറത്തിന് വന്നു. എന്നിട്ട് അദ്ദേഹം നേർച്ചയാക്കി, അല്ലാഹുവേ, എൻ്റെ രോഗം മാറിയാൽ ഞാൻ ഈ മഖാമ് പുതുക്കി പണിയുമെന്ന്. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, ആ മനുഷ്യൻ്റെ രോഗം മാറി. അങ്ങനെ ആ മനുഷ്യൻ ആ മഖാമ് പുതുക്കി പണിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് കറാമത്തുകൾ ഉള്ള ഈ ഒടമല മഖാമിൽ അന്തിയുറങ്ങുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയ നവ്വറല്ലാഹു മർക്കദ എന്ന ഈ മഹാനുഭാവൻ്റെ പേരിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, നിങ്ങളുടെ രോഗങ്ങൾ, മാറാരോഗങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ, ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ നിങ്ങൾ ഒരു 4 യാസീൻ സൂറത്ത് നിങ്ങൾ ഈ മഖാമിലേക്ക് ഈ മഹാൻ്റെ പേരിൽ ഓതി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുന്നതാണ്. കാരണം ഒരുപാട് അനുഭവമാണ്, ഒരുപാട് ചരിത്രമാണ് ഈ മഖാമിലേക്ക് നേർച്ചയാക്കിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങൾ സഫലമായിട്ടുള്ളത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ മഹാനുഭാവൻ്റെ മഹത്വങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ ഒരിക്കലെങ്കിലും അവിടെ ഒന്ന് സിയാറത്ത് ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരട്ടെ. ഇനി നിങ്ങൾക്ക് 4 യാസീൻ സൂറത്ത് ഓതാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ഒരു യാസീൻ സൂറത്തെങ്കിലും ഈ മഹാൻ്റെ പേര് നേർച്ചയാക്കിക്കൊണ്ട് ഓതുക.
എന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും, നിങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരും, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും. അതിന് നിങ്ങൾക്ക് അധിക സമയമൊന്നും ചിലവഴിക്കേണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരട്ടെ. രോഗത്തെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. കടത്തെ തൊട്ടും മറ്റു പല പ്രയാസങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.